കാരുണ്യത്തിൻ്റെയും മാനവികതയുടെയും ഉറവ പറ്റിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് മയ്യഴിയിലെ CH സെന്റർ സേവന രംഗത്ത് വഹിക്കുന്ന പങ്ക് മാതൃകാപരമാണെന്ന് മാഹി മുൻ MLA രമേശ് പറമ്പത്ത് പറഞ്ഞു. CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണക്കോടിയുടെയും ഓണക്കിറ്റിന്റെയും വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ കാലഘട്ടത്തിൽ രോഗാതുരമാകാതെ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭക്ഷണകാര്യങ്ങളിലും ജീവിതശൈലിയിലും ആവശ്യമായ ജാഗ്രത പുലർത്തണം. സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരവധി തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാഹിയിൽ നടത്തി ഈ സംഘടനയെ മാഹിയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഏറെ പണിപ്പെട്ട ഒരാളാണ് AV യൂസഫ് എന്ന് നമുക്കറിയാം. നമ്മെ സംബന്ധിച്ച് ഈ ആനുകാലിക പ്രസക്തിയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് സഹോദരന്മാർ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശരീരം, നമ്മുടെ അസുഖം വരാതെ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ശ്രദ്ധ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അത് ഭക്ഷണമായാലും അത് മറ്റെന്ത് തരത്തിലായി കഴിഞ്ഞാലും അതൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് നിങ്ങൾ ഈ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ഒരു കാലഘട്ടം നിങ്ങൾ പ്രതിജ്ഞാബദ്ധമാവണമെന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. കാരണം നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് നല്ല നല്ല ആശുപത്രികൾ ഉണ്ടെങ്കിലും ചികിത്സ തേടി എത്തുമ്പോൾ നമുക്ക് താങ്ങാനാവാത്ത ഭീമമായ വലിയ തുകയാണ് ഇന്ന് ബേബി മെമ്മോറിയൽ പോലെയുള്ള മിംസ് പോലെയുള്ള ആശുപത്രികൾ യഥാർത്ഥത്തിൽ കൊള്ളയടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്റെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ചടങ്ങിൽ സെന്റർ പ്രസിഡന്റ് AV യൂസഫ് അധ്യക്ഷത വഹിച്ചു. മാഹി പോലീസ് CI PA അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. എല്ലാ മതങ്ങളും അടിസ്ഥാനമാക്കിയുള്ള ഒന്നാണ് ജീവകാരുണ്യം എന്ന് പറയുന്നത്. ചെറുതോ വലുതോ ആയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മനുഷ്യന് തന്റെ സഹജീവികളോടുള്ള കാരുണ്യം മാത്രമല്ല, മനുഷ്യന് വളർത്തു മൃഗങ്ങളോടും ഒക്കെയുള്ള ഈ കാരുണ്യമാണ് നമ്മുടെ സമൂഹത്തെ നിലനിർത്തുന്നത്. ജാതി മത ചിന്തകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും തുല്യരായി കണ്ടുകൊണ്ട് ഭരണം നടത്തിയിരുന്ന ഒരു മഹാനായ ഭരണാധികാരി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി നമ്മളെയൊക്കെ കാണാൻ വർഷത്തിലൊരിക്കൽ എത്തുമെന്ന മഹത്തായ ഒരു സങ്കല്പം. T. ഇബ്രാഹിംകുട്ടി, KK ബഷീർ, മുഹമ്മദ് ഇഫ്തിയാസ്, അഡ്വക്കേറ്റ് ഷാഹുൽ ഹമീദ്, ചാലക്കര പുരുഷു എന്നിവർ സംസാരിച്ചു. AV അൻസാർ സ്വാഗതവും EK മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു.